ചെമ്മീനും മത്തിയും ഇനി വേണ്ടുവോളം കടലമ്മ കനിഞ്ഞു. വല നിറഞ്ഞതിൽ ആഘോഷിച്ച മത്സ്യത്തൊഴിലാളികളും. ദിവസങ്ങളായി വള്ളവും ബോട്ടുമായി കടലിൽ പോകുന്നവർ നിറയെ മത്സ്യങ്ങളുമായി സന്തോഷത്തോടെ കരയിലേക്ക് മടങ്ങുന്നു. വല നിറയുന്ന ചെമ്മീനും മത്തിക്കും മിതമായ വിലയായതിനാൽ ആവശ്യക്കാരുമേറെയാണ്. ജില്ലയിലെ തീരദേശത്ത് പതിവില്ലാത്ത ആഹ്ലാദ കാഴ്ചയാണിത്. കടലമ്മ കനിഞ്ഞതിനാൽ ഇത്തവണത്തെ ഓണം കളറാക്കാമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും കുടുംബങ്ങൾ. ജില്ലയിലെ എല്ലാ മീൻപിടുത്ത തുറമുഖങ്ങളിലെയും മീൻപിടുത്ത കേന്ദ്രങ്ങളിലെയും തൊഴിലാളികൾ ഏറെ ആഹ്ലാദത്തിലാണ്. മത്തി, അയല, മാന്ത, വിവിധയിനം ചെമ്മീൻ എന്നിവയാണ് ഇപ്പോൾ ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും ധാരാളമായി ലഭിക്കുന്നത്. മത്തിയും അയലയും കുറച്ചു കാലമായി കടലിൽ നിന്ന് ലഭിക്കാത്ത അവസ്ഥയുണ്ടായിരുന്നു. കടൽ പ്രതിഭാസം കാരണം വള്ളങ്ങൾക്ക് കടലിൽ പോകാൻ സാധിക്കാത്ത സാഹചര്യവും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വിലക്കുറവിൽ മത്സ്യം ലഭിക്കുന്നതിനാൽ വൻകിട ചെറുകിട മത്സ്യ വ്യാപാരികളും തൊഴിലാളികളും വാഹനങ്ങളും തുറമുഖങ്ങളിൽ എത്തിയതോടെ രാപ്പകലില്ലാതെ ഇവിടങ്ങൾ സജീവമാണ്. ഇതിനിടയിൽ ചെറുവള്ളങ്ങൾക്ക് ചെമ്മീൻ ചാകര ലഭിച്ചത് ഏറെ പ്രതീക്ഷ നൽകുന്നതാണെന്ന് തൊഴിലാളികൾ പറഞ്ഞിരുന്നു. ജില്ലയിലെ വിവിധ മത്സ്യബന്ധന തുറമുഖത്തും കടലിൽ പോയവരെല്ലാം വല നിറച്ചാണ് തിരിച്ചുവരുന്നത്. മീൻ ലേലം കൊള്ളാനുള്ള ചെറുകിട വൻകിട കച്ചവടക്കാരുടെ നീണ്ട നിര എത്തിയതോടെ ഹാർബറുകളും സജീവമായി. ഓണം അടുത്തതോടെ ചാകര ലഭിക്കുന്നത് മീൻപിടുത്തക്കാർക്കും കച്ചവടക്കാർക്കും ഏറെ സന്തോഷം പകരുന്നതാണ്. അതേസമയം തോട്ടപ്പള്ളി പല്ലന ഭാഗത്ത് കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമത്തിന് വിരുദ്ധമായി മത്സ്യബന്ധനം നടത്തിയ 6 തമിഴ്നാട് വള്ളങ്ങളും ലൈസൻസ് ഇല്ലാത്ത ഒരു കേരള രജിസ്ട്രേഡ് വള്ളവും കളർ കോഡ് പാലിക്കാത്ത 2 വള്ളങ്ങളും ഫിഷറീസ് വകുപ്പിന്റെ പെട്രോളിംഗിൽ പിടിച്ചെടുത്തു. തോട്ടപ്പള്ളി ഫിഷറീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനം കണ്ടെത്തിയത്. വള്ളത്തിലുണ്ടായിരുന്ന മത്സ്യം ലേലം ചെയ്തു. വരും ദിവസങ്ങളിലും ശക്തമായ നടപടിയുണ്ടാകുമെന്ന് ആലപ്പുഴ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ സിബി സോമൻ, എക്സ്റ്റൻഷൻ ഓഫീസർ എസ് സാജൻ, മറൈൻ എൻഫോഴ്സ്മെന്റ് പോലീസ് രാഹുൽ കൃഷ്ണൻ, ലൈഫ് ഗാർഡുമാരായ രാഹുൽ, സാലസ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വവും നൽകി. മത്സ്യങ്ങളുടെ പ്രജനന കാലത്ത് ഉൾനാടൻ ജലാശയങ്ങളിലെ നിയമം ലംഘിച്ചുള്ള മീൻപിടുത്തത്തിനെതിരെ കർശന നടപടിയുമായി ഫിഷറീസ് വകുപ്പ് രംഗത്തെത്തിയിരുന്നു. ഇത്തരത്തിൽ മീൻ പിടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കാൻ തുടങ്ങിയതോടെയാണ് ഫിഷറീസ് വകുപ്പ് നടപടി കടുപ്പിക്കാൻ തീരുമാനിച്ചത്. പ്രജനന കാലത്ത് മീനുകളുടെ സഞ്ചാരപഥത്തിന് തടസ്സം വരുത്തിയും കൂട്, അടിച്ചില്ല്, പത്തായ മുതലായ അനധികൃത മാർഗങ്ങളിലൂടെയും മീൻ പിടിക്കുന്നത് കേരള ഉൾനാടൻ മത്സ്യബന്ധന നിയമപ്രകാരം നിരോധിച്ചതാണ്. വിലക്ക് ലംഘിച്ച് ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർക്ക് 1,50,000 രൂപ പിഴയും 3 മാസം തടവും ശിക്ഷ ലഭിക്കും. ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുന്നവർക്കെതിരെയും നടപടിയുണ്ടാകും. തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിന്റെ തുടക്കത്തിൽ ശുദ്ധജലത്തിൽ മുട്ടയിടുന്നതാണ് മത്സ്യങ്ങൾ മറ്റ് ജലാശയങ്ങളിൽ നിന്നും വയലുകൾ, തോടുകൾ, ചതുപ്പുകൾ, കനാലുകൾ എന്നിവിടങ്ങളിലേക്ക് കൂട്ടത്തോടെ കയറി വരുന്നത്. ഈ പ്രതിഭാസം ഊത്ത എന്നാണ് അറിയപ്പെടുന്നത്. ഈ സമയത്ത് മത്സ്യങ്ങളുടെ വയറു നിറയെ മുട്ടകളായിരിക്കും. കൂട്ടത്തോടെ എത്തുന്ന മീനുകൾക്ക് വേഗവും കുറവായിരിക്കും. ഒഴുക്കിനെതിരെ നീന്തി വരുന്ന ഈ മത്സ്യങ്ങളെ എളുപ്പത്തിൽ പിടിക്കാം. ഇത്തരത്തിൽ മീൻവേട്ട വ്യാപകമായത് ശുദ്ധജല മത്സ്യങ്ങളുടെ വംശനാശത്തിനിടയാക്കുമെന്ന സ്ഥിതി വന്നതോടെയാണ് ഊത്തപിടുത്തം നിരോധിച്ചത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടാൽ ഫിഷറീസ്, റവന്യൂ, പോലീസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവർക്ക് നടപടി സ്വീകരിക്കാവുന്നതുമാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.